ഭിന്നശേഷിക്കാർ വീട്ടിലിരിക്കേണ്ടവർ അല്ലെന്ന സമൂഹത്തോട് ഉദാഹരണ സഹിതം പുസ്തകത്തിലൂടെ സംവദിച്ച കണ്ണൂരിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഷമീർ ഊർപ്പള്ളി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച സമൂഹത്തിന് മാതൃകയായി മാറിയവരുടെ ജീവിത സന്ദേശമാണ് പുനരുദ്ധാനം എന്ന പുസ്തകത്തിലൂടെ ഷമീർ പറയുന്നത്. ഭിന്നശേഷിക്കാർ വിധിയെ പഴിച്ച് വീട്ടിലിരിക്കേണ്ടവരാണോ? കണ്ണൂരിലെ ഫോട്ടോ ജേർണലിസ്റ്റായ ഷമീർ ഊർപ്പള്ളി ഈ ചോദ്യം ഉന്നയിക്കുന്നത് ചില മാതൃകകൾ മുന്നോട്ട് വെച്ചാണ്. സ്വപ്രയത്നം കൊണ്ട് സമൂഹത്തിനാകെ പ്രചോദനമായവരുടെ ജീവിതം പറഞ്ഞുകൊണ്ടാണ്. പരിമിതികളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കരുതെന്ന സന്ദേശം പകരാനുമാണ്. പുനരുദ്ധാനം എന്ന ഷമീർ ഊർപ്പള്ളിയുടെ പുസ്തകം ഭിന്നശേഷിക്കാരുടെ പോരാട്ട വീര്യത്തിന്റെ നേർപ്പതിപ്പാണ്. പുസ്തകത്തെക്കുറിച്ച് ഷമീർ ഊർപ്പള്ളി. ഭിന്നശേഷി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവരുടെ പരിമിതികളെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുക. പക്ഷെ അവരുടെ പരിമിതികളെ വകവെക്കാതെ അതിൽ നിന്ന് അതിജീവിച്ച് എത്രയോ ഉയരങ്ങളിലെത്തിയിട്ടുള്ള ഒട്ടനവധി പേരുടെ അനുഭവങ്ങൾ പറയുന്നതാണ് പുനരുദ്ധാനം എന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ അകത്ത് IAS ബിരുദം നേടിയവരുണ്ട്. അതുപോലെ തന്നെ വായ കൊണ്ട് പെയിൻറ്റിങ് ചെയ്ത് ദുബായ് ഭരണാധികാരിക്ക് നൽകി ഗോൾഡൻ വിസ കരസ്ഥമാക്കിയ ജസ്ഫർ കോട്ടക്കുന്നുണ്ട്. കേരളത്തിൻ്റെയും അകത്തും പുറത്തും വിദേശത്ത് പോലും മോട്ടിവേഷൻ സ്പീക്കറായി മാറി യൂട്യൂബിലൊക്കെ നമുക്ക് അറിയപ്പെടുന്ന CP ഷിഹാബ്, ഓട്ടിസം ബാധിച്ചിട്ട് എന്താ പറയുക ഇന്ന് സെലിബ്രിറ്റിയാക്കി മാറ്റിയ സൽമാൻ കോട്ടക്കുന്ന്. സൽമാനെക്കുറിച്ച് പറയുമ്പോൾ സൽമാൻ്റെ സുഹൃത്തുക്കളാണ് സൽമാനെ സെലിബ്രിറ്റിയാക്കി മാറ്റിയിട്ടുള്ളത്. ആ സുഹൃത്തുക്കളുടെ കഥയും ഈ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. അസുഖം കൊണ്ട് മറ്റ് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് പുഴക്കരയിലൊക്കെ പോയി രാത്രി സമയങ്ങളിൽ സമയം ചിലവഴിക്കുന്ന രക്ഷിതാക്കളുടെ കഥ ഈ പുസ്തകത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ NSS കോർഡിനേറ്റർ നിഷാന്ത് സാറിൻ്റെ കഥ അനുഭവം ഈ പുസ്തകത്തിന്. അങ്ങനെ ഒട്ടനവധി പേരുടെ ജീവിതം വിജയിപ്പിച്ച ഒട്ടനവധി പേരുടെ പുസ്തകത്തിൽ കഥ പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയ നിരവധി വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കാനാണ് ഷമീർ ഊർപ്പള്ളി ഈ പുസ്തകത്തിലൂടെ ഭിന്നശേഷിക്കാരോടും സമൂഹത്തോടും പറയുന്നത്. പ്രതിസന്ധികളിൽ തളരുമ്പോഴല്ല, അതിനെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. നമ്മുടെ നാട് ഭിന്നശേഷി സൗഹൃദമാണോ എന്ന ചോദ്യം കൂടി ഈ പുസ്തകത്തിൽ ഷമീർ ഊർപ്പള്ളി ഉയർത്തുന്നുണ്ട്. പൊതു ഇടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, ഗതാഗത മേഖലയിൽ, ആരോഗ്യ സംരക്ഷണത്തിൽ, അങ്ങനെ ഭിന്നശേഷിക്കാർ നേരിടുന്ന അവഗണനയുടെ ഗ്രാഫ് താഴോട്ടല്ലെന്ന് ഒരു വർഷത്തിലേറെ നീണ്ട പഠനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഷമീർ ഊർപ്പള്ളി പറയുന്നുണ്ട്. ആ വിമർശനം പതിയേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങളിലേക്കാണ്. ചേർത്ത് പിടിക്കലാണ് നമുക്ക് വേണ്ടത്. അതിലൂടെയാണ് ഭിന്നശേഷിക്കാരും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടക്കുക. പരിമിതികളെ കരുത്താക്കിയ ഒട്ടനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരെ കണ്ടാൽ, അറിഞ്ഞാൽ തന്നെ ഭിന്നശേഷിക്കാരുടെ സ്വപ്നങ്ങൾക്കും ചിറകുവിടർത്താൻ കഴിയുമെന്നാണ് ഷമീർ ഊർപ്പള്ളിയുടെ പക്ഷം. നമ്മൾ ഭിന്നശേഷി സൗഹൃദം പറയുമെങ്കിലും എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമായി കേരളം എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അപ്പം ഇതുപോലുള്ള നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഭിന്നശേഷിക്കാരായ ആൾക്കാരെ എങ്ങനെ ഏത് രീതിയിലൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാം, ഭിന്നശേഷി സൗഹൃദം എങ്ങനെ സ്ഥാപിച്ചെടുക്കാം എന്ന ഒരു മെസ്സേജാണ് ഈ പുസ്തകത്തിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, പുതിയ തലമുറ അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന തലമുറയ്ക്ക് അവരുമായിട്ട് എങ്ങനെ സൗഹൃദത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള രക്ഷിതാക്കൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് ഇതേപോലുള്ള അതിജീവിച്ചിട്ട് ഉയരങ്ങളിലെത്തിയവരുടെ അനുഭവം മറ്റുള്ളവർക്കൊരു ഒരു മോട്ടിവേഷൻ ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. മലപ്പുറത്ത് ഫുട്ബോൾ മൈതാനങ്ങളിലെ ഹീറോ ആണ് സൽമാൻ കുറ്റിക്കാട് എന്ന ഭിന്നശേഷിക്കാരൻ. പന്തുമായി സൽമാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അവിടെ ആരവമായി. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സൽമാന്റെ ജീവിതവും ഒരു പാഠപുസ്തകമാണ്. അങ്ങനെ നിരവധി പേരുടെ ജീവിതമുണ്ട് ഈ പുസ്തകത്തിൽ. പുസ്തകത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് ഷമീറിന്റെ തീരുമാനം.
ഭിന്നശേഷിക്കാരുടെ പോരാട്ട വീര്യമാണ് പുനരുത്ഥാനം എന്ന ഈ പുസ്തകത്തിലൂടെ ഷമീർ ഉർപ്പള്ളി നമ്മളോട് പറയുന്നത്. സഹതാപം മാത്രമല്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടത്. അവർക്ക് ഇനിയും മുന്നോട്ട് പൊരുതാനുള്ള ഊർജം കൂടിയാണ്. ആ ഊർജമാണ് ഈ പുസ്തകം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.